അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ല. എല്ലാവർക്കും ഫാത്തിമ സിമ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പോണതെന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരമായി കേട്ടോ. നമ്മളിവിടെ എത്താൻ തന്നെ കുറച്ച് വൈകി പോയിക്ക്. അപ്പോൾ നല്ല വൈകുന്നേരമായി പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 10 ഏക്കറിലാണ് ഈ സ്ഥലം വരുന്നതെന്ന്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭാഗം വരുന്നത് ഒരു പുഴൻ്റെ ഭാഗമാണ് വരുന്നത്. ഇതുപോലെ ഒരു കാട്ടുകൂടിയൊക്കെ കുറച്ച് പോയിട്ടൊരു പുഴൻ്റെ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ആ പുഴയിലേക്ക് വേണ്ടിയിട്ട് വെറുതെ ഒരു വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി എല്ലാവരും കൂടി പോവാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ചുറ്റുഭാഗവും നല്ല കാടിനെയാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമ്മൾ വന്നതാണ്. പാത്തുവിന്റെ ഒരു പൂതി നോക്കണേ. ഇവിടെ നാട്ടാട്. ആ റെഡി 1 2. കാട്ടിലേക്ക് പോലെ ബ്രേക്ക് ഉണ്ടാവൂല. കാട്ടിലേക്ക് പോലെ പാത്തു. ഇത് പിന്നെ ഓൻ ചെയ്തില്ല. നടന്നറിയോ? അതിന്റെ ഉള്ളിലേക്ക് പോകും. നമ്മൾ നടന്നു പോകുന്നതൊക്കെ പുഴയിൽ പെട്ടതാണ് കേട്ടോ. ഇതിപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കരയായിട്ട് കാണുകയാണ്. ഇതൊക്കെ പുഴൻ്റെ അടിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. നല്ല മഴക്കാലമായാൽ ഇവിടെ നന്നായിട്ട് വെള്ളം നിറഞ്ഞു ഞാഞ്ഞ് ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാ മരുഭൂമി പോലെ കണ്ടില്ലേ, ഇതൊക്കെ ഈ പുഴൻ്റെ അടിഭാഗമാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഒന്നായിട്ട് മണൽ കയറി കിടക്കുകയാണ്. ഇതിലൂടെ നമ്മൾ കുറച്ച് ദൂരം നമ്മൾ ആ സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ പുഴൻ്റെ ഇവിടേക്ക് എത്താൻ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. കുറച്ചിങ്ങ് നടന്ന് വരണം. കാരണം വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ പുഴയെ പെട്ടത് തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിട്ടോ. ഇവിടെ തീരെ ആയല്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ. ഇവർ നമ്മളെ കൂടെ വന്ന എല്ലാം കാണിച്ചു തന്നതാ. ഇന്ന ഭാഗത്തെ ഇറങ്ങാൻ പറ്റൂ, ഇന്ന ഭാഗത്ത് ആയല്ല എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടാണ് കേട്ടോ നമ്മളിതിൽ ഇറങ്ങുന്നത്. ഒരു നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇറങ്ങി, കുറച്ച് പേര് ഇറങ്ങിയില്ല. അങ്ങനെ ഈ ഒരു ഭാരതപ്പുഴൻ്റെ ഒരു ഭാഗത്താനാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസം തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ. നമ്മൾ കൂര ഇരുട്ടിക്കൂടെ ട്രാവൽ ചെയ്യാനിപ്പോൾ പോയി വലിയൊരു കാട്ടുകൂടി. അത് ഉമ്മയാട്ടോ. അതാ മക്കളെ അടിപൊളി വൈബ് ക്യാമ്പയിൻ ഗീസ്. ഇത് പനീർ കുറുമ, ചപ്പാത്തി, സാലഡില് പപ്പായ, പഴുത്ത പപ്പായ, ചെനച്ച പപ്പായ, പടവലം, കുക്കുമ്പർ, പൈനാപ്പിൾ, അങ്ങനെ ഓക്കെ കഴിക്കാം. സന്തോഷം. നമുക്ക് അയച്ചോ ചാനലാ എത്ര ഹബ്ബ്
ഗൈസ് ഞങ്ങൾ സ്കിറ്റ് ഡാൻസ് ആൻഡ് വെറൈറ്റി പരിപാടികളിലാണ്.